ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യാമെന്നറിയോ ഒന്ന് പറഞ്ഞു തരുമോയെന്ന്. അപ്പോൾ അതെന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാനൊരു 4 ഷീറ്റ് ഓഫ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരു ഷീറ്റ് എടുക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, ബാക്കി വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഒരു സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 ഷീറ്റ് ഓഫ് പേപ്പറും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിലൊരു ഷീറ്റ് എടുക്കുക, രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക, ഒരു 4 സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ താഴത്ത് വരുന്ന ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് സിസേഴ്സ് വെച്ചൊന്ന് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്ത് ഒഴിവാക്കണ്ട, കട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം അതിൻ്റെ മോൾ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഒരു കളർ പേപ്പറോ സാധാ നോർമൽ പേപ്പറോ എന്തെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. 4 ഷീറ്റും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പിൽ വേണം നിങ്ങൾ എന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക, ലെറ്റേഴ്സോ കോഡ്സോ എന്ത് വേണമെങ്കിലും. അതിനുശേഷം വേണം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല, ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇനിയൊന്നുമില്ല, ഇനി വളരെ സിമ്പിളാണ്. 4 ഷീറ്റ് ഓഫ് പേപ്പറും ഇതുപോലെ ചെയ്തെടുത്തിട്ട് എല്ലാം ഒരുമിച്ച് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. കാര്യം കഴിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഡയറക്ഷനൊക്കെ സെയിം ആയിക്കോട്ടെ, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു സെപ്പറേറ്റ് ഷീറ്റ് ഒട്ടിക്കുക, ഒന്ന് ഡെക്കറേറ്റൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതൊരു ബുക്ക്ലെറ്റ് പോലെ ഇരിക്കും കാണാൻ. നിവർത്തി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുക. അപ്പോൾ ഇതൊരു കാർഡ് ഐഡിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.